ജനങ്ങളിപ്പോൾ സദ്യ ചോദിക്കുകയാണ്. സദ്യ ചോദിച്ചാൽ കഞ്ഞി കുടിക്കാൻ പറയും. അത് സദ്യയേക്കാൾ നല്ലത് കഞ്ഞിയാണ്. കഞ്ഞി കുടിക്കാൻ നേരത്ത് പറയും കഞ്ഞി എന്നുള്ളത് പഴങ്കഞ്ഞിയാണ് നല്ലത്. അത്തരം സമീപനത്തിലേക്കാണ് വികസന കാര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു വികസനവുമില്ല, എല്ലായിടത്തും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. അപ്പം പണം ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. കാരണം പല രൂപത്തിൽ നികുതി ഇനത്തിലടക്കം പലതരത്തിൽ പണം കണ്ടെത്താനുള്ള സോഴ്സുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ധനകാര്യ വകുപ്പ് പൂർണ്ണമായ പരാജയമായി നമുക്ക് കാണാൻ കഴിയും. വികസനങ്ങളാകെ നിലച്ചിരിക്കുകയാണ്. വിലക്കയറ്റം രൂക്ഷമാണ്. മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വൈദ്യുതി ചാർജ് എത്ര തോതിൽ വർദ്ധിപ്പിച്ചു, വെള്ളക്കരവും വീട്ടുവരവും വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. അപ്പോൾ ജനജീവിതത്തിന് മേൽ കനത്ത ഭാരം അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്. അഴിമതി തുടരുന്നു, അതുപോലെ തന്നെ മറ്റ് വിലക്കയറ്റം തുടരുന്നു. തൊഴിലില്ലായ്മ, പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് എത്ര റാങ്ക് ലിസ്റ്റുകളാണ് ഇവിടെ ക്യാൻസലായി പോയത്. ഒരു പുതിയ തലമുറ ഒരു ജോലി ലഭിക്കുക, സർക്കാർ ജോലി ലഭിക്കുക, തൻ്റെ കുടുംബത്തെ പോറ്റാൻ, തൻ്റെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാൻ ഒരു ജോലി ലഭിക്കുക എന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്, അവന് വലിയൊരു ആഗ്രഹമാണ്. അതിനെ തല്ലിക്കെടുത്തുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്.